ശ്രീരാമൻ്റെ ആദ്യ കവിത കനം എന്ന പേരിലാണ് പുറത്തു വരുന്നത്. 35 വർഷമായി കാവ്യജീവിതം തുടരുന്ന രാമൻ്റെ 8 കവിതാ സമാഹാരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ട്. മുഴുവൻ കവിതകളും ഉടനെ പുറത്തു വരികയും ചെയ്യും. കനത്തിന് ശേഷം തുരുമ്പ്, ഭാഷയും കുഞ്ഞും, രാത്രി 12:30 ഒരു താരാട്ട്, പിന്നിലേക്ക് വീശുന്ന കാറ്റ്, ഇരട്ടവാലൻ, നനവുള്ള മിന്നൽ, ആ സ്ഥലം അടിഞ്ഞ ഷർട്ടു ഞാൻ എന്ന ഏറ്റവും പുതിയ സമാഹാരം വരെ അങ്ങനെ സുദീർഘമായ 35 വർഷത്തെ കാവ്യജീവിതം എന്ന് പറയുന്നത് സാമാന്യമായി സുദീർഘമാണെന്ന് പറയാം. പക്ഷേ ആ സുദീർഘമായ കാലയളവിനുള്ളിൽ ഏകദേശം 600ഓളം കവിതകൾ മാത്രമാണ് രാമൻ എഴുതിയിട്ടുള്ളത്. ഇത് താരതമ്യേന കുറവാണ് എന്ന് ഞാൻ പറയും. മാത്രമല്ല, ഈ എഴുതിയ കവിതകളൊക്കെ ഒരുപക്ഷെ അതിൽ ഭൂരിഭാഗവും 2 വരി, 3 വരി, 5 വരി, ഒരു പേജ് തികയാത്തവയാണ്. അതുകൊണ്ട് ഇതര കവിതകളെയൊക്കെ അല്ലെങ്കിൽ കവികളുടെയൊക്കെ കവിതകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 35 വർഷം കൊണ്ട് ഒരു 200 കവിതകൾ എന്ന് വേണമെങ്കിൽ അതിനെ കണക്കാക്കാമെന്ന് തോന്നുന്നു. താരതമ്യേന വളരെ കുറഞ്ഞ കവിതകൾ, അതേപോലെ വളരെ കുറഞ്ഞ വാക്കുകൾ. ഒരു തച്ചനെ പോലെ ഭാഷയ്ക്ക് മുകളിൽ നിരന്തരം കരുതലോടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കവിയാണ് രാമൻ എന്ന് കനം മുതലുള്ള കവിതകൾ പിന്തുടരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് ആദ്യം രാമനോട് ചോദിക്കാനുള്ളത്, ഈ സമീപകാലത്ത് ഏറ്റവും പുതിയ ആ സ്ഥലമണിഞ്ഞ ഷർട്ട് ഞാൻ എന്ന കവിതയിലൊക്കെ 1-2 കവിതകൾ സുദീർഘമാണ് ഇതര കവിതകളെ അപേക്ഷിച്ച്. ഒന്ന് കാണപ്പെടൽ എന്ന കവിത, തിര തുള്ളുന്ന തീരം പോലെയുള്ള കവിതകളൊക്കെ. മാത്രമല്ല, അതിൻ്റെ ഘടനയിൽ തന്നെ വലിയൊരു ചില പരീക്ഷണങ്ങൾക്ക് രാമൻ മുതിരുന്നുണ്ട്. മറ്റു കവിതകളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ 2-3 വരികളിലൊക്കെ ആണെങ്കിൽ ഇത് സുദീർഘമാണ്, 5-10 അംഗങ്ങളുള്ള നാടകങ്ങൾ പോലെ എഴുതപ്പെട്ട കവിതകളാണ്. ഇങ്ങനെ കവിതയുടെ നേരത്തെ പറഞ്ഞതുപോലെ കവിതയുടെ ഭാഷയ്ക്ക് മുകളിൽ പണിയെടുക്കുന്ന, അതിൻ്റെ ഡിക്ഷന് മുകളിൽ പണിയെടുക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു കാവ്യ പരിണാമത്തെക്കുറിച്ച് രാമൻ എങ്ങനെയാണ് സ്വയം വിലയിരുത്തുന്നത്? സുരേഷ് പറഞ്ഞത് ശരിയാണ്. ഏതാണ്ടൊരു 35 വർഷം നീണ്ട, എനിക്ക് തോന്നുന്നു ഒരു 89-ലൊക്കെയാണ്, 88-89 കാലത്തൊക്കെയാണ് ഞാൻ ഗൗരവത്തോടെ എഴുതി തുടങ്ങുന്നത്. എൻ്റെ ഒരു പ്രീ ഡിഗ്രി കാലത്തൊക്കെയാണ്. അവിടുന്ന് അങ്ങോട്ട് അത്ര ധാരാളം എന്ന് പറയാൻ മാത്രം ഞാൻ എഴുതിയിട്ടില്ല. 8 സമാഹാരങ്ങൾ പുറത്തു വന്നെങ്കിലും എനിക്ക് തന്നെ എപ്പോഴും തോന്നാറുണ്ട്, ഈ ചില കാട്ടിലൊക്കെ പോയാൽ ചില അരുവികൾ കാണുമല്ലോ, ചില വെള്ളച്ചാട്ടങ്ങൾ കാണും, എപ്പോഴത് നിൽക്കുക എന്നറിയില്ല. റോബർട്ട് ഫ്രോസ്റ്റ് പണ്ട് എഴുതിയിട്ടുണ്ട്, ഒരു വരി കഴിഞ്ഞാൽ അടുത്ത വരി ഉണ്ടോയെന്ന് അറിയില്ല, കവിയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം അതാണ് എന്ന് റോബർട്ട് ഫ്രോസ്റ്റ് എവിടെയോ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. അമേരിക്കൻ കവി. ഒരു വരി എഴുതി കഴിഞ്ഞാൽ അടുത്തൊരു വരി ഉണ്ടോയെന്ന് അറിയില്ല, ഒരു കവിത കഴിഞ്ഞാൽ അടുത്ത കവിത ഉണ്ടോയെന്ന് അറിയില്ല. അത് വേറൊരു പ്രശ്നം. പക്ഷെ അതിലേറെ ഗൗരവമുള്ളതാണ്, ഒരു വരി എഴുതി കഴിഞ്ഞാൽ ഇനിയൊരു വരി ഉണ്ടോയെന്ന് അറിയില്ല. എപ്പോൾ വേണമെങ്കിലും വറ്റിപ്പോകാവുന്നൊരു നീർച്ചാൽ എന്നാണ് കവിതയെക്കുറിച്ച് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുള്ളത്. പക്ഷേ മഴക്കാലത്ത് അവിടെ അത് തിടമ്പച്ചൊഴുകും, ആനകൾ വെള്ളം കുടിക്കാനെത്തും. അപ്പോൾ ഇങ്ങനെയൊരു പ്രതിഭാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കവിത. അതിലെനിക്ക് അത്ഭുതമുണ്ട്. കുറച്ചേ എഴുതിയിട്ടുള്ളൂ എങ്കിലും എൻ്റെ ഈ ഒരു എന്താ പറയുക, സർവ്വസാധാരണമായ ജീവിതത്തിനകത്ത് നിന്നുകൊണ്ട് ഇത്രയും എഴുതാൻ കഴിഞ്ഞു എന്നത് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ കവിതകളുടെ എണ്ണം കുറയാനുള്ള ഒരു കാരണം, ഓരോ എഴുത്ത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും എൻ്റെ കവിത കുറേ പ്രതിസന്ധികൾ നേരിട്ടിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും ഒരു സുഗമമായ ഒഴുക്കായിരുന്നില്ല എൻ്റെ കവിത, എൻ്റെ കാവ്യജീവിതം. അതിനകത്ത് പല പ്രതിബന്ധങ്ങളും ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ പുസ്തകം കനം എന്നുള്ള ആദ്യത്തെ സമാഹാരം എൻ്റെ കൗമാര യൗവനങ്ങളുടെ പുസ്തകമാണത്.
ഒരു 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള കവിതകൾ അതിനകത്തുണ്ട്. കനം എന്നുള്ള പുസ്തകത്തിൽ 2000-ലാണത് തൃശ്ശൂർ കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിക്കുന്നത്. അത് പുറത്തു വന്നപ്പോൾ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ രണ്ടാണ്. ഒന്ന്, അതിലുള്ളതുപോലെ എഴുതിയാൽ ആ കവിതകളുടെ മാതിരി ഒരു കവിത ഇനി എഴുതിയാൽ സ്വയം അനുകരിക്കലായി പോവും. അതല്ലാതെ വ്യത്യസ്തമായി എഴുതാൻ ശ്രമിച്ചാൽ എൻ്റേതായൊരു മുദ്ര അതിലില്ലാതെയും പോവും. ഇതെങ്ങനെ, ഈ ഒരു ക്രൈസിസ് എങ്ങനെ നേരിടും എന്നുള്ളതായിരുന്നു അന്ന് എൻ്റെ കവിത അനുഭവിച്ചൊരു പ്രതിസന്ധി. അതായത് കനം എന്നുള്ള കവിത രാമനെ സംബന്ധിച്ചിടത്തോളം അതൊരു നാഴികക്കല്ലാണ്. ഏതൊരു പുതിയ ഒരു കവി വരുമ്പോഴും അയാളുടെ ആദ്യത്തെ കവിതാ സമാഹാരം എന്നുള്ളത് ഒരു നാഴികക്കല്ലാണ്. രാമനെ സംബന്ധിച്ചിടത്തോളം അത് നാഴികക്കല്ല് മാത്രമല്ല, അത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി മാറി. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് ആ വെല്ലുവിളി എങ്ങനെ രാമൻ മറികടന്നു? എനിക്ക് അന്ന് കനം എഴുതുന്ന ഞാൻ എഴുതാൻ തുടങ്ങിയൊരു സമയത്ത് എനിക്ക് ആവശ്യം എൻ്റെ കുഞ്ഞു കുഞ്ഞു യാഥാർത്ഥ്യങ്ങൾ എഴുതാൻ ആവശ്യമായ ഒരു കുഞ്ഞു ഭാഷയാണ് എനിക്ക് വേണ്ടിയിരുന്നത്. അന്ന് ഞാൻ ഓർമ്മിക്കുന്നു, 80കളുടെ ഒടുവിൽ പൊതുവേ മലയാള കാവ്യാന്തരീക്ഷം അതിനാടകീയവും അതികാൽപ്പനികവും അല്ലെങ്കിൽ അതിവിപ്ലവം ഉള്ളതുമായ ഒരു കാവ്യഭാഷ നിറഞ്ഞാടിക്കൊണ്ടിരുന്നൊരു കാലമാണ്. പൊതുവെ എല്ലാം ആയിട്ട് തോന്നിയിരുന്നൊരു കാലമാണ്. അങ്ങനെയൊരു കാലത്ത് ആ ഭാഷ എനിക്ക് മതിയാകുമായിരുന്നില്ല. ഉറക്കെ ശബ്ദിച്ച് അടഞ്ഞുപോയൊരു തൊണ്ടയാണ് ഞാനെന്നൊരു കവി. അതെ 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 അങ്ങനെ ഉറക്കെ ശബ്ദിച്ച് അടഞ്ഞു പോകുന്ന തൊണ്ടകളുടെ ഒരു കാലത്ത് ആണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. എനിക്ക് എഴുതേണ്ടിയിരുന്നത് എൻ്റെ കുഞ്ഞി ചെറിയ 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 കാര്യങ്ങളാണ്. അതെഴുതാൻ ഒരു കുഞ്ഞു ഭാഷ എനിക്ക് ഉണ്ടാക്കേണ്ടിയിരുന്നു. അതിന് മാതൃകകൾ അധികം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെ തന്നെ പറയാം എന്ന് തോന്നുന്നു. എന്തായാലും ശരി, അതുകൊണ്ട് തന്നെ എൻ്റെ കവിതകൾ ചെറുതായി പോയി. ഒരുതരം ന്യൂനോക്തിയിലേക്ക് അതങ്ങനെ വഴുതി 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 വന്നു. മൗനത്തോടടുത്ത് നിൽക്കുന്ന ഒരു ഭാഷ. ഉൾവലിഞ്ഞ് ഞാൻ എൻ്റെ എല്ലിൽ ചെന്നു തട്ടി. അതെ, കവിത എന്നാണ് കവിതയുടെ പേര്. അതെ, ഉൾവലിഞ്ഞ് ഞാൻ എൻ്റെ എല്ലിൽ ചെന്ന് തട്ടി ഉയിര് കോച്ചും വിധം ഒരു ശബ്ദമുണ്ടായി. ആ കവിതയ്ക്ക് കൊടുത്തൊരു നിർവചനമാണ് അന്ന്. അതെ, അപ്പോൾ ഇങ്ങനെ മൗനത്തിൽ ചെന്ന് വീഴുന്ന ഒരവസ്ഥ ആ കവിതകളിലൊക്കെ കാണാം. എന്തായാലും അതൊരു പ്രതിസന്ധി കൂടിയായിരുന്നു. അതൊരു ഡെഡ് എൻഡ് എന്ന് പറഞ്ഞ പോലെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇനി അങ്ങനെ അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരവസ്ഥ എനിക്ക് ഉണ്ടായി. അതാണ് കനം എന്നുള്ള പുസ്തകം ഉയർത്തിയ വെല്ലുവിളി. അതിനെ ഞാൻ മറികടക്കാൻ സമയമെടുത്തു. തുരുമ്പ് എന്നുള്ള രണ്ടാമത്തെ സമാഹാരം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. വെട്ടുകളുടെയും ചതവുകളുടെയും പുസ്തകമാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട്. വെട്ടുകളുടെയും ചതവുകളുടെയും മുറിവുകളുടെയും ഒരു പുസ്തകമാണത്. ഞാൻ എന്നെ തന്നെ വെട്ടുകയും എന്നെ തന്നെ ചതയ്ക്കുകയും ചെയ്ത ഒരു പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ചരിത്രത്തിലേക്കും കാലത്തിലേക്കുമൊക്കെ പതുക്കെ പരക്കാൻ തുടങ്ങിയ അത് ആ പുസ്തകത്തോട് കൂടിയിട്ടാണ്. പിന്നീട് ഭാഷയും കുഞ്ഞെന്നുള്ള പുസ്തകം വരുന്നു. രാത്രി 12:30 എന്നുള്ള അടുത്ത പുസ്തകത്തോടു കൂടിയാണ് വേറൊരു അടുത്തൊരു അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി എഴുതാൻ കഴിഞ്ഞു എന്നാണ്. എനിക്ക് തോന്നുന്നു കവിതാ സങ്കല്പങ്ങൾ ഓരോ കാലത്തും മാറി മാറി വരുന്ന. അപ്പോൾ എന്താണ് കവിത, എന്താണ് എനിക്ക് എഴുതേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ എനിക്കെൻ്റെ ചെറിയ പരിമിതികളെ എഴുതാൻ ഇത്തിരി പോകുന്ന ഒരു ഭാഷയായിരുന്നു എൻ്റെ ആവശ്യമെങ്കിൽ, രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ എന്നെ അഴിച്ചു പണിയാൻ വേണ്ട ഒരു ഭാഷയാണ് എനിക്ക് വേണ്ടിയിരുന്നത്. ഭാഷ തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടത്, ഞാൻ എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടത് ഭാഷ തന്നെയാണ്. തീർച്ചയായിട്ടും രണ്ടാം ഘട്ടത്തിൽ എന്നെ അഴിച്ചു പണിയാൻ വേണ്ട ഒരു ഭാഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ പൊരുതിയത്, ഞാൻ എന്നോട് തന്നെ പൊരുതിയത് എന്ന് പറയാം. പിന്നീട് അതിന് പിന്നെയും മാറ്റങ്ങളുണ്ടായി. കവിതയെക്കുറിച്ച് വേറെ പല സങ്കല്പങ്ങളിലൂടെയും കടന്നുപോയി. എനിക്ക് തോന്നുന്നു ഭാഷ മാത്രമല്ല, ഒരുപക്ഷെ ഭാഷയേക്കാൾ പ്രധാനമാണ് കവിത. ഒന്നാമതായി ഒരു ഭാഷാനുഭവമാണ്. തീർച്ചയായിട്ടും ഒരു ലിംഗ്വിസ്റ്റിക് എക്സ്പീരിയൻസ് ആണ് കവിത, ഒരു ഭാഷാനുഭവമാണ് കവിത എന്ന് തന്നെയാണ് ഞാൻ ആദ്യ ഘട്ടത്തിൽ
പരിപൂർണമായിട്ട് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൻ്റെ എഴുത്തിൻ്റെ ഒരു 2ാം സ്റ്റേജിലെത്തിയപ്പോൾ അത് മാത്രം അല്ല, എൻ്റെ ഒരു നോട്ടനില, ഒരു കവിയുടെ നോട്ടനില എന്ന് പറയുന്നത് വളരെ ഭാഷ പോലെ തന്നെ പ്രധാനമാണ് എന്നുള്ള ഒരു ധാരണ എന്നിൽ പതുക്കെ രൂപം കൊണ്ടു. എനിക്ക് തോന്നുന്നു രാത്രി 12:30 ഒരു താരാട്ട്, പിന്നിലേക്ക് വീശുന്ന കാറ്റ്, ഇരട്ടവാലൻ, ഈ സമാഹാരങ്ങളിലൊക്കെ എത്തുമ്പോൾ അങ്ങനെയൊരു നോട്ടനിലയാണ് കവിത എന്നുള്ളൊരു ധാരണ പതുക്കെ വികസിച്ച് വരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്, സ്വയം തോന്നിയിട്ടുണ്ട്. ഒരു ആത്യന്തികമായിട്ട് പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ കവിത എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഉപോൽപ്പന്നമാണ്. ഒരു സമഗ്രമായിട്ട് ഇതുവരെയുള്ള കവിതാ ജീവിതത്തെ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ കവിത എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്, ഉപോൽപ്പന്നം ആണ്. ആ നിലയ്ക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഉപോൽപ്പന്നം എനിക്ക് വെളിച്ചമൊന്നുമല്ല. ഒരു നക്ഷത്രം ആകാശത്ത് കത്തുന്നു, അത് നമുക്ക് വഴി കാണിക്കുന്നു. ആ നക്ഷത്രം സ്വയം എരിഞ്ഞാണ് നമുക്ക് വഴി കാണിക്കുന്നത് എന്ന് പറയാറുണ്ടല്ലോ. എൻ്റെ ജീവിതം കത്തിയെരിയുന്നതിൻ്റെ ആ ബൈ പ്രൊഡക്റ്റാണ് എൻ്റെ കവിത, ഉപോൽപ്പന്നമാണ് എൻ്റെ കവിത എങ്കിൽ ആ കവിത എനിക്ക് വെളിച്ചമല്ല. മറ്റുള്ളവരുടെ കവിതയിലേക്കാണ് ഞാൻ നോക്കുന്നത്. മറ്റുള്ളവരുടെ കവിത, മറ്റുള്ളവരുടെ ജീവിതം കത്തിയെരിഞ്ഞുണ്ടാകുന്ന മറ്റുള്ളവരുടെ കവിതയാണ് എനിക്ക് വഴി കാണിക്കുന്നത് എന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. ഈ കവിതയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ കവിത ഒരു ഭാഷാ നിർമ്മിതിയാണെന്ന് പറഞ്ഞല്ലോ. ആത്യന്തികമായിട്ട് അത് ഭാഷാനുഭവമാണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ കവിത മാത്രമല്ല, ഒരു നോട്ടനില കൂടിയാണ്. അതെ അതെ. അതോടൊപ്പം തന്നെ നമ്മുടെ കവിതാ വായനയുടെ ഒരു സ്വഭാവം, കവിത എന്നാൽ അർത്ഥമാണ് എന്നൊരു സങ്കല്പം നമ്മളിൽ വേരുറച്ചു പോയതുപോലെ തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. ശരിക്കും മലയാള കവിത പൊതുവെ സമഗ്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല, എൻ്റെ ഒരു വായനയിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രധാനമായിട്ടും ആശയാനുഭവമാണ്. പൊതുവെ മലയാളിയുടെ ചായ്വ് അങ്ങോട്ടാണ്, ആശയലോകത്തിലേക്കാണ് പൊതുവേ മലയാളിയുടെ ചായ്വ് എന്ന് മലയാളത്തിലെ കവിതകൾ വായിക്കുമ്പോൾ തോന്നാറുണ്ട്. ആശയലോകത്തിലേക്കാണ് ചായ്വ്, അനുഭവ ലോകത്തിലേക്ക് എന്നതിനേക്കാൾ ചായ്വ് ആശയലോകത്തിലേക്കാണ്. തിരിച്ച് ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത് ശ്രമം മാത്രമാണ്. എനിക്കെപ്പോഴും കവിതയെക്കുറിച്ച് തോന്നാറുള്ള ഒരു കൽപ്പന, ഇരുട്ടിൽ നിന്ന് എന്തോ വാരിയെടുക്കുന്നത് പോലെയാണ് കവിത എന്ന് തോന്നാറുണ്ട്. ഇരുട്ടിൽ നിന്ന് എന്തോ വാരിയെടുക്കുന്നു, ഒരു ശ്രമം മാത്രമാണ്. ഒരു പക്ഷേ അത് പാഴായി പോകാം, അല്ലേ? ഒരു പക്ഷേ അത് പാഴായി പോകാവുന്ന ഒരു ശ്രമം മാത്രമാണത്. എന്തായാലും ശരി, ഞാൻ ശ്രമിച്ചത് എൻ്റെ എഴുത്തിനെ അനുഭവപരമാക്കാൻ വേണ്ടിയാണ്. അതെനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല, എൻ്റെ തലമുറയിലെ 90കളുടെ തലമുറയിലെ പ്രധാനപ്പെട്ട കവികളൊക്കെ അങ്ങനെ തന്നെ കവിതയെ അനുഭവപരതയിലേക്ക് അടുപ്പിക്കാൻ കൂടുതലായും ശ്രമിച്ചവരാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു വക്താക്കളായോ അല്ലെങ്കിൽ അത്തരത്തിൽ ആശയങ്ങളെ പ്രകീർത്തിക്കുന്ന സ്വഭാവമൊക്കെ ഉപേക്ഷിച്ചു. അതെ, ആശയങ്ങളില്ല എന്നല്ല പറയുന്നത്, തീർച്ചയായിട്ടും ആശയങ്ങളുണ്ട്. ആശയലോകം അനുഭവ ലോകത്തിൻ്റെ അടിയിലൂടെ ഒഴുകുന്ന ഒരു എന്താ പറയുക, ഒരു അടിയൊഴുക്ക് ആണ്, അത്രയേ ഉള്ളൂ. ആശയലോകം ഇല്ല എന്നല്ല, അനുഭവ ലോകത്തിൻ്റെ അടിയിലൂടെ ഒരു അടിയൊഴുക്ക് പോലെയാണ് ആശയലോകം ഒഴുകുന്നത് എന്ന് ഈ എന്താ പറയുക 90 ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ആ ഒരു ജനറേഷൻ്റെ തന്നെ ഒരു സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ടി പി രാജീവൻ ഉൾപ്പെടെ, എസ് ജോസഫ് ഉൾപ്പെടെ ഉള്ള കവികളിലൊക്കെ തന്നെ, കെ ആർ ടോണി ഉൾപ്പെടെ ഉള്ള എൻ്റെ തലമുറയിലെ പ്രധാനപ്പെട്ട കവികളിലൊക്കെ ഈ ഒരു പ്രത്യേകത കാണാൻ കഴിയുന്നുണ്ട്. അത് ഞാനും പങ്കിടുന്നുണ്ട്, അത്രയും ഞാൻ അതിൽ പറയുന്നുള്ളൂ. അതേപോലെ രാമൻ്റെ ഒരു കവിതയിൽ വഴിയെവിടെ മുല്ലക്കുരുന്നുകൾക്കൊക്കെയും സംരംഭം എന്നൊരു വരിയുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഒരു തൻവഴി കണ്ടെത്താൻ വേണ്ടിയുള്ള ഈ പറഞ്ഞ പുതു കവികളുടേതായ ഒരു സന്ദിഗ്ധത ആ വരികൾ പങ്കുവെറ്റുന്നുണ്ട്. പിന്നീട് രാമൻ മാത്രമല്ല, അക്കാലത്തെ എല്ലാ കവികളും ഒരു തൻവഴി കണ്ടെത്തുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ വഴികൾ കണ്ടെത്തുകയാണ്. ഒരുപക്ഷെ കുറേ കവികളൊക്കെ ആ കണ്ടെത്തിയ വഴികളിലൂടെ തന്നെ സഞ്ചരിക്കുമ്പോൾ, മിക്കവാറും കാവ്യസമാഹാരങ്ങൾക്കൊക്കെ ഒരേ തുടർച്ച ഉണ്ടാകുമ്പോൾ, രാമൻ്റെ കവിതാ സമാഹാരങ്ങൾ ഓരോന്നും വ്യത്യസ്തത പുലർത്താൻ ഒരു പുസ്തകമായി ഒറ്റയ്ക്ക് വേറിട്ട് നിൽക്കുന്ന. അപ്പോൾ ഫിക്ഷനിലൊക്കെ അങ്ങനെയാണല്ലോ, ഒരു നോവൽ ഒരാൾ എഴുതി കഴിഞ്ഞാൽ അയാൾ തന്നെ ആ നോവലിൻ്റെ അതേ പ്രമേയമോ അതേ ഭാഷ ഉപയോഗിച്ച് വേറൊരു അങ്ങനെ തുടർച്ച ഉണ്ടാവാറില്ല, ഓരോന്നും വ്യത്യസ്തമായിരിക്കും. അത്തരത്തിലുള്ളൊരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയുള്ളൊരു നിർബന്ധ ബുദ്ധി
രാമൻ വെച്ച് പുലർത്താറുണ്ടോ? ആ, എനിക്ക് തോന്നുന്നു അത് ആ, എൻ്റെ എഴുത്ത് ജീവിതത്തിൽ വളരെ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണത് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം കേരളത്തിൽ പൊതുവെ ആനുകാലികത വളരെ പ്രധാനമാണ്. ആനുകാലികത ഏത് ലാനർ എടുത്താലും, നോവലാണെങ്കിലും അതെ, എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ നോവലുകളൊക്കെ ഈ കാണുന്ന രൂപത്തിലായത് അതിന് പിന്നിൽ ഇവിടുത്തെ ആനുകാലികങ്ങൾക്കൊരു പങ്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സീരിയലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ ഈ ആനുകാലികങ്ങളൊക്കെ വന്ന കാലം തൊട്ട് നോവലൊക്കെ ആണെങ്കിൽ സീരിയലൈസ് തൽക്കാലമാണ് കാലം. അതെ 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 അതെ. അപ്പോൾ സീരിയലൈസ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ഘടന നമ്മുടെ ഫിക്ഷൻ ഉണ്ടായി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇതേപോലെ തന്നെ കവിതകളുടെ കാര്യത്തിൽ സീരിയലൈസ് ചെയ്യല്ല, ആനുകാലികങ്ങളിൽ വരിക എന്നുള്ളതൊരു നമ്മുടെ കവിതകളുടെ ഘടനയെ വരെ തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആനുകാലികങ്ങളിൽ വരിക എന്നുള്ളത്. എനിക്ക് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, ആദ്യം എഴുതി തുടങ്ങിയ കാലത്ത് എൻ്റെ കവിതയും ധാരാളം ആനുകാലികങ്ങളിൽ വരികയും ആ നിലയിൽ വായിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഒരു ഘട്ടം എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു 2000-ൻ്റെയൊക്കെ തുടക്കമായപ്പോഴേക്കും പൊതുവെ നമ്മുടെ ആനുകാലികങ്ങളുടെ ഒരു പ്രതാപകാലം ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു. ആരും കവിത വായിക്കാതായി. പൊതുവെ ആനുകാലികങ്ങളിൽ വരുന്ന കവിതയൊന്നും ഒരു മനുഷ്യൻ വായിക്കാതായി. കവിത കണ്ടു എന്ന് പറയലായി, അല്ലെ? കവിത കണ്ടു എന്നേ പറയുള്ളൂ, കവിത വായിച്ചു എന്ന് പറയില്ല. അതെ അതെ. കവിത എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് ഫില്ലർ ആയിട്ട് മാറി. ഒരു സ്ഥലം അങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റിയൊരു ഒരു പത്രാധിപരുടെ ഒരു ഫില്ലർ ആയിട്ട് കവിത മാറി. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം വന്നപ്പോൾ ആനുകാലികങ്ങളിൽ കവിത അയക്കാൻ എനിക്ക് താല്പര്യം കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ആനുകാലികങ്ങൾ കവിത അയക്കാതായി. ഇപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ ഒരു ആനുകാലികത്തിനും അങ്ങനെ എന്നോട് നിർബന്ധപൂർവം ആവശ്യപ്പെട്ടാലല്ലാതെ ഒരാനുകാലികത്തിന് ഞാൻ കവിത കൊടുക്കാറില്ല. കവിത കൊടുക്കാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ആ ഒരു മനുഷ്യൻ്റെയൊന്നും അർത്ഥപൂർണമായിട്ട് വായിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അത് വായനക്കാരിൽ എത്തും വേണമല്ലോ. അപ്പോൾ കുറേ കാലം എഴുതി കുറേ കവിതകൾ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അത് പുസ്തകമായിട്ട് ഇറക്കുക, പുസ്തകത്തിനായി പ്രാധാന്യം. അതുകൊണ്ട് തന്നെ കൂടെ പുസ്തകങ്ങൾ വരുന്നതിൻ്റെ എണ്ണം കൂടി. അടുത്ത കാലത്ത് കഴിഞ്ഞൊരു 5-6 കൊല്ലത്തിനിടയിൽ കുറേ പുസ്തകങ്ങൾ, ഒരു വർഷം ഒരു പുസ്തകം വീതം. കഴിഞ്ഞ വർഷം ഈ മറ്റേ നനവുള്ള മിന്നൽ ഇറങ്ങി. ഇപ്പോൾ ഈ വർഷം ഈ കാർണിവൽ സമയത്ത് ആ സ്ഥലം അണിഞ്ഞ ഷർട്ട് ഞാൻ എന്നുള്ള പുസ്തകം വന്നു. അപ്പം ഇങ്ങനെ പുസ്തകങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ആനുകാലികങ്ങളിൽ കവിത വരാത്തത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുസ്തകം കഴിഞ്ഞ് അടുത്ത പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ പുസ്തകത്തിൽ നിന്ന് എന്താണ് ഇതിന് വ്യത്യാസമുള്ളത്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലല്ലേ ഇത് പ്രസിദ്ധീകരിക്കേണ്ടതുള്ളൂ എന്നുള്ളൊരു തോന്നൽ, ഒരാലോചന തീർച്ചയായിട്ടും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. മറ്റൊന്ന്, ഇപ്പോൾ ഈ പറഞ്ഞ അവസാനം വന്ന നനവുള്ള മിന്നൽ, ആ സ്ഥലം അടിഞ്ഞ ഷർട്ടു ഞാൻ എന്നീ കവിതാ സമാഹാരങ്ങൾക്ക് വരുമ്പോൾ മുൻ കവിതകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാമൻ്റെ കവിത കുറച്ചുകൂടി വിവൃതവും വിപുലവും ഒന്ന് തുറന്ന മട്ടിലുള്ള ഒരു കവിതകളായി മാറുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അത് എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാണ് ഒരു നിരീക്ഷണം എന്നുള്ള നിലയിലാണ് ഞാനതിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നു അത് പ്രമേയപരമായിട്ട് നോക്കിയാൽ അത് ചരിത്രത്തിലേക്കും സ്ഥലത്തിലേക്കുമൊക്കെ മനുഷ്യരിലേക്കും ഒക്കെ കൂടുതൽ എൻ്റെ കവിതയിൽ പിന്നീട് ആദ്യകാല കവിതകളിലൊക്കെ ഞാൻ തന്നെയാണ് കൂടുതൽ, അങ്ങനെ പറയാലോ. അല്ലെങ്കിൽ ഉള്ളു തന്നെയാണെങ്കിൽ പിൽക്കാല കവിതകളിൽ പുറം കൂടുതലായിട്ട് വരികയും സ്ഥലവും കാലവും അതിൻ്റെ സെൻഷ്വലായ ഇന്ദ്രിയവേദ്യമായ അനുഭവങ്ങളും കൂടിക്കൂടി വരികയും ചെയ്യുന്നത് പോലെ എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വായന എന്നെ ഒരുപക്ഷെ ഞാൻ വായിക്കുന്ന കൃതികൾ, എൻ്റെ വായന ആ നിലയ്ക്ക് എൻ്റെ എഴുത്തിനെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കവിത ഒരു ഘട്ടത്തിലൊരു ക്രൈസിസ് നേരിട്ടതിനെ പറ്റി, അവർ അടഞ്ഞു പോകുന്ന ആ സമയത്ത് എന്നെ അതിൽ നിന്ന് കരകയറ്റിയത് വായനയാണ്. പ്രധാനമായിട്ടും ടാഗോറിൻ്റെയും മലയാളത്തിൽ അയ്യപ്പ പണിക്കർ, ഇന്ത്യൻ കവിതയിൽ രവീന്ദ്രനാഥ ടാഗോർ, ലോക കവിതയിൽ ഫെർണാണ്ടോ പെസോവ, ഇവരൊക്കെ ഒരു തരത്തിൽ നോക്കിയാൽ ചില പൊതു സ്വഭാവങ്ങളുടെ എഴുത്തുകാരാണ്. പല തരത്തിൽ എഴുതാൻ മിടുക്കുള്ള കവികൾ,
പലതരത്തിൽ ഒരു ശൈലിയിൽ കുടുങ്ങിപ്പോകാത്ത പല പേരുകളിൽ അതിൽ ഫെർണാണ്ടോ പെസോവയാകട്ടെ 75ഓളം അപരവ്യക്തിത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എഴുതിയ കവിയാണ്. അതിൽ 4-5 എണ്ണം വളരെ പ്രശസ്തമാണ്. റിക്കാർഡോ റീസ്, ആൽബർട്ടോ കെയ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രശസ്തമാണ്. അപ്പോൾ അവരുടെയൊക്കെ കവിതകളുടെ വായന അയയാനും അഴിയാനും പരക്കാനും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വായിക്കുന്ന കവിതകൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറില്ല എൻ്റെ തലമുറ എന്തെഴുതുന്നു. എനിക്ക് എപ്പോഴും കൗതുകമുള്ളൊരു കാര്യം, എനിക്ക് 52 വയസ്സായി. 52 വയസ്സുള്ള ഒരു ചൈനക്കാരൻ ചൈനയിലിരുന്ന് എന്താവും എഴുതുന്നത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അല്ലെങ്കിൽ 52 വയസ്സുള്ള ഒരു സ്പെയിൻകാരൻ അവിടെ ഇരുന്നിട്ട് സ്പാനിഷ് ഭാഷയിൽ എന്താണ് എഴുതുന്നത് എന്ന് അറിയാനുള്ള വലിയ കൗതുകം എനിക്കുണ്ട്, സത്യത്തിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെ എൻ്റെ തലമുറയുടെ എഴുത്ത് ഞാൻ ധാരാളമായിട്ട് വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ യൂജിയാനെ പോലെ ഒരു ചൈനീസ് കവി, അല്ലെങ്കിൽ ബെർണാഡോ അക്സാഗയെ പോലെ ഒരു ബാസ്ക് കവി, ഇവരുടെയൊക്കെ എഴുത്ത്, അല്ലെങ്കിൽ അബ്ദോ വാസനെ പോലെ ഒരു അറബ് കവി, ഇവരുടെയൊക്കെ എഴുത്ത് എന്നെ എന്തെന്നില്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് തീർച്ചയായിട്ടും. പക്ഷേ ഒരു വൈദേശികമായ ഒരു ശൈലിയിൽ എഴുതാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവങ്ങളും എൻ്റെ നാടും, അതാണ് അനുഭവത്തിന് പ്രാധാന്യം എന്ന് തുടക്കത്തിൽ. അനുഭവം കൂടുതൽ ആനുഭവികമായി എഴുതുമ്പോൾ നേരത്തെ തുടക്കത്തിലുള്ള കുറേയേറെ രചനകളിൽ അത്തരത്തിലുള്ള ഒരു രചനാ രീതി ഒരു പക്ഷേ ഇപ്പോഴും ഈ ഏറ്റവും അവസാനം വന്ന ആ സ്ഥലമണിഞ്ഞ ഷർട്ടു ഞാൻ എന്ന കവിതയിൽ വരെ സ്വന്തം അനുഭവത്തിലേക്ക് ഇങ്ങനെ ചുഴിഞ്ഞു പോകുന്ന ചില കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് കവിതയിലേക്കുള്ള ഒരു വായനക്കാർക്ക് കവിതയിലേക്കുള്ള ഒരു പ്രവേശനത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നതായിട്ട്, ദോഷകരമായി സ്വാധീനിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ടത്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പേഴ്സണൽ എന്ന് പറയുന്നത്, പേഴ്സണൽ ആവുക എന്ന് പറയുന്നത് എന്തോ ഒരു മോശം കാര്യമാണെന്ന് പൊതുവെ മലയാളി കേരളത്തിൽ ഒരു ധാരണ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പേഴ്സണൽ ആവുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോശം കാര്യമാണ്, ഞാൻ എന്നതൊരു മോശം വാക്കാണ് എന്നൊരു ഞാൻ വിചാരിക്കുന്നത് അത് മലയാളിയുടെ ഗോത്രബോധത്തിൽ നിന്ന്, ഗോത്രബോധം ഇനിയും വിടാത്തൊരു സമൂഹമാണ് കേരള സമൂഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗോത്രബോധം ഇനിയും വിട്ടിട്ടില്ല. നമ്മളിപ്പോഴും പഴയ കാലത്താണ് ജീവിക്കുന്നത്, ജനാധിപത്യ കാലത്താണെന്നൊക്കെ പറയുമ്പോഴും ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കാൻ, വ്യക്തിയെ മനസ്സിലാക്കാൻ നമുക്ക് വേണ്ടത്ര കഴിയുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടന വ്യക്തിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ശബ്ദിക്കുന്നു. പക്ഷേ അതുപോലും അംഗീകരിക്കാൻ ഒരു സമൂഹം എന്നുള്ള നിലയിൽ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. ഒരു ഇൻഡിവിജ്വലിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് കഴിയുന്നില്ല. നമ്മളൊരു സംഘമായിട്ടോ ഒരു ഗോത്രമായിട്ടോ ഒരു ജാതിയായിട്ടോ ഒരു മതമായിട്ടോ നിൽക്കാനാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു കവി എന്ന നിലയിൽ ഞാൻ നടത്തുന്ന രാഷ്ട്രീയ പോരാട്ടം അത് തന്നെയാണ്, ഇൻഡിവിജ്വലിനെ ഉയർത്തിപ്പിടിക്കാന്ന്. അത് സമൂഹ വിരുദ്ധമല്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വലിൻ്റെ അനുഭവ ലോകം എൻ്റെ കവിതയിൽ പ്രധാനമാണ്. അത് എൻ്റെ കവിതയുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ രാവൻ, നമ്മൾ തമ്മിൽ 2-3 മാസം മുമ്പ് ദീർഘമായി സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കവിത എന്ന മീഡിയത്തെ വായിച്ച് പരിചയമുള്ളവരായിരിക്കണം എൻ്റെ വായനക്കാർ. പാസീവ് റീഡറെ വായനക്കാരനായി കാണാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കവിയെ അറിഞ്ഞു വായിക്കുന്നവർ മാത്രം മതിയോ ഒരു കവിക്ക്? പോരാ. പലതരം വായനക്കാരുണ്ട്, തീർച്ചയായിട്ടും പലതരം വായനക്കാരുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പഴയ തലമുറയെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ കവിതകൾ, ഇപ്പോൾ പാണ്ഡൻ നായരുടെ പല്ലിൻ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല, അല്ലെങ്കിൽ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം. ഈ വരികളൊക്കെ നമ്മുടെ എല്ലാ മലയാളികളുടെയും മനസ്സിൽ നിൽക്കുന്നത്, ഇവരാരും ഈ തുള്ളലുകൾ മുഴുവൻ കമ്പ് വായിച്ചിട്ടൊന്നുമല്ല. പാസീവ് റീഡിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ പാസീവ് റീഡിങ്ങിൻ്റെ സ്ഥാനത്താണ് ഇന്ന് സോഷ്യൽ മീഡിയ കാലത്ത് ഈ തോണ്ടി വായനയുള്ളത്. തോണ്ടി വായന അത് പ്രധാനം തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ, ഒരു കവി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പാസീവ് റീഡേഴ്സ്
കാവ്യകലയെ നിലനിർത്തുന്നതിൽ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു പാസീവ് റീഡേഴ്സ് ഇല്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഒരു കവി ഡിമാൻഡ് ചെയ്യുന്നത് കവിത സൂക്ഷ്മമായിട്ട് വായിക്കുന്ന വായനക്കാരനെയാണ്. അത് ഏത് കവിയും അങ്ങനെ തന്നെ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാസീവ് റീഡറെ അംഗീകരിക്കുമ്പോഴും ഏത് കവിയും ഡിമാൻഡ് ചെയ്യുന്നത് കവിത ആഴ്ന്ന് വായിക്കുന്ന ഒരു വായനക്കാരനെയാണ്. അവിടെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ മലയാളി വായനക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതിൽ മലയാളി വായനയിലെ ഒരു പ്രത്യേകത, ടെക്സ്റ്റ് ഒരുപക്ഷെ ടെക്സ്റ്റോളം തന്നെ പ്രധാനം കോണ്ടെക്സ്റ്റാണ്. കോണ്ടെക്സ്റ്റിനെ നമ്മൾ കൂടുതലായി വായിക്കുന്നില്ലേ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ടെക്സ്റ്റിനേക്കാൾ കൂടുതൽ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ പശ്ചാത്തലം നമ്മൾ കൂടുതലായിട്ട് വായിക്കുന്നില്ലേ എന്ന് തോന്നാറുണ്ട് എനിക്ക്. എന്തായാലും ശരി, ടെക്സ്റ്റ് ആഴത്തിൽ വായിക്കൽ പ്രധാനമാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി ഏതാനും മിനിറ്റുകൾ മാത്രമേ മുമ്പിലുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനുമുണ്ട്. പക്ഷേ തൽക്കാലം ഞങ്ങൾ തമ്മിലുള്ള സംവാദം ഇവിടെ നിർത്തുന്നു. ഇനി വായനക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ കുറഞ്ഞ വാക്കുകളിൽ മാത്രം, വിശദീകരണം ദയവ് ചെയ്ത് ഒഴിവാക്കുക, ചോദ്യങ്ങൾ മാത്രം. നമസ്കാരം രാമൻ സർ, ഞാൻ ലിംസി ആൻ്റണി. ഇപ്പം സാറിൻ്റെ കവിതകളെ ഇങ്ങനെ കേൾക്കുന്നതിനേക്കാൾ സാറ് അത് പാടി കേൾക്കുന്നതിനോട് വളരെയധികം ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ സാറ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഏതെങ്കിലും ഒരു 4 വരി കവിത അങ്ങയുടെ ഭാഷയിൽ, കൊച്ചു ഭാഷയിൽ, അത് കേൾക്കാൻ വലിയ ആഗ്രഹത്തോടെ വന്നതാണ്. അപ്പോൾ അതൊന്ന്. ഒന്ന് കവിത എടുക്കാനുള്ളൊരു സമയം വേണേ. കുറച്ചല്ലോ അല്ലേ? ഒരു ചെറിയൊരു കവിത ചൊല്ലാം. പുതിയൊരു കവിത തിരഞ്ഞെടുക്കാനുള്ളൊരു സമയ പ്രശ്നം കൊണ്ട് ഇതൊരു ഗദ്യത്തിലുള്ള ഒരു കവിതയാണ്. സ്വർഗവാതിൽ എന്നാണ് കവിതയുടെ പേര്. സ്വർഗവാതിൽ. സ്വർഗമുണ്ടെങ്കിൽ സ്വർഗീയ മാലിന്യവും ഉണ്ട്. എങ്കിൽ അതൊഴുകിപ്പോകാനുള്ള ഓടയും കാണും. സ്വർഗത്തിന് പുറത്തേക്കാവും സ്വാഭാവികമായും അതിൻ്റെ ഗതി. സ്വർഗമുണ്ടെങ്കിൽ സ്വർഗീയ മാലിന്യവും ഉണ്ട്. എങ്കിൽ അതൊഴുകിപ്പോകാനുള്ള ഓടയും കാണും. സ്വർഗത്തിന് പുറത്തേക്കാവും സ്വാഭാവികമായും അതിൻ്റെ ഗതി. ഓടകളെല്ലാം തുറക്കുക പുഴയിലേക്കാണല്ലോ. ഈ ഓട ഞങ്ങളുടെ പുഴയിലേക്ക്. കാരണം ഞങ്ങളാരും ഞങ്ങളുടെ പുഴ മലിനപ്പെടുത്തുന്നില്ല. എന്നിട്ടും അത് മലിനമായിരിക്കുന്നു. ഓടകളെല്ലാം തുറക്കുക പുഴയിലേക്കാണല്ലോ. ഈ ഓട ഞങ്ങളുടെ പുഴയിലേക്ക്. കാരണം ഞങ്ങളാരും ഞങ്ങളുടെ പുഴ മലിനപ്പെടുത്തുന്നില്ല. എന്നിട്ടും അത് മലിനമായിരിക്കുന്നു. പുഴയിലെ മാലിന്യമല്ല എൻ്റെ വിഷയം. സ്വർഗീയ മാലിന്യം വന്നു വീഴുന്ന ഓടയാണ്. ആ ഓട ഞങ്ങളുടെ പുഴയിലേക്ക് തുറക്കുന്ന വായ. അത് കണ്ടെത്തുക തന്നെ വേണം. അതുവഴി വേണം അകത്ത് കയറിപ്പറ്റാൻ. പുഴയിലെ മാലിന്യമല്ല എൻ്റെ വിഷയം. സ്വർഗീയ മാലിന്യം വന്ന് വീഴുന്ന ഓടയാണ്. ആ ഓട ഞങ്ങളുടെ പുഴയിലേക്ക് തുറക്കുന്ന വായ. അത് കണ്ടെത്തുക തന്നെ വേണം. അതുവഴി വേണം അകത്ത് കയറിപ്പറ്റാൻ. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത്രയും നേരം ഈ പരിപാടി ശ്രവിച്ച എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി.